അഞ്ചാമത്തെ ദിവസത്തെ ഡ്രോയിങ് ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ A to P വരെയുള്ളത് പഠിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വരക്കാൻ പോകുന്നത് QRST അങ്ങനെ 4 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ Q വെച്ചിട്ട് നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ കുട്ടികളും പേനയും പെൻസിലും എറേസറും ബുക്സും ഒക്കെ എടുത്തിട്ട് നല്ല കുട്ടികളായിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Q വെച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു Q എന്ന് എഴുതണം അല്ലേ? ദാ ഇതുപോലെ Q എന്ന് എഴുതിയതിന് ശേഷം അതിന് മുകളിലൊരു മുട്ടത്തല വരച്ചു കൊടുക്കുക. കണ്ട? പിന്നെ 2 ഉണ്ട കണ്ണുകൾ വരച്ചു കൊടുക്കുക. ഇതൊക്കെ വരയ്ക്കാൻ നിങ്ങളെ കൊണ്ട് അറിയില്ലേ? പിന്നെ 2 ചെവികൾ വരച്ചു കൊടുക്കുക. ദാ കൊമ്പം മീശ വരക്കാം. അപ്പം ഏകദേശം ആരാന്ന് മനസ്സിലായില്ലേ? അതെ, നമ്മളെ ഒരു ക്യൂട്ട് ക്യാറ്റിനെയാണ് വരച്ചതല്ലേ? അപ്പം നമ്മൾ Q വെച്ചിട്ട് ക്യൂട്ട് ക്യാറ്റിനെ വരച്ചു. ക്യാറ്റിന് 2 കൈകളൊക്കെ വേണ്ടേ? ദാ കൈ വരച്ചു. അപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റിനെ വരച്ചു. നമുക്ക് ക്യാറ്റിന് ഒരു ബ്രൗൺ കളർ കൊടുക്കാം. കണ്ടോ? പൂച്ച. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റ് നമ്മൾ വരച്ചു. കണ്ട? എങ്ങനെയുണ്ട്? നിങ്ങളെ വീട്ടിലൊക്കെ പൂച്ചയുണ്ടോ? നിങ്ങളെ വീട്ടിലുള്ള പൂച്ചേൻ്റെ കളറുകളൊക്കെ എന്നോട് പറഞ്ഞു തരണേ. ഒക്കെ കമൻറ്റ് വഴി നിങ്ങൾ അയച്ചു തരണം. ഇനി അടുത്ത് നമ്മൾ വരക്കാൻ പോകുന്നത് 6 വെച്ചിട്ടുള്ളതാണ്. കണ്ടോ? ഒരു വലിയൊരു 6 നമ്മൾ ഇതാ ഇതുപോലെ വരക്കാം. കണ്ടോ? അതിൻ്റെ ഇപ്പുറത്തേലൂടെ നമ്മളൊരു ഇങ്ങനെ വരക്കാം. അപ്പം ഏകദേശം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിന് നമുക്ക് ഇങ്ങനെ 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 കളറല്ല പേന വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഒരു ചിരിക്കുന്ന ഒരു മുഖവും വരച്ചെടുത്താൽ എന്തായി? കണ്ടോ? ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഇതും ഇതാ ഒരു കോട്ട്. പിന്നെ അതിന് കാലുകൾ വരച്ചു കൊടുക്കണം. കണ്ട? നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം മാത്രം പേന കൊണ്ടാക്കിയാൽ മതിയേ. നമുക്ക് ഈ കോട്ടിന് നല്ലൊരു റോസ് കളർ കൊടുത്താലോ? അയ്യവ, നല്ല റോസ് കളറുള്ള കോട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇതുപോലത്തെ കോട്ട് യൂസ് ചെയ്യാറുണ്ടാവും. നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോഴോ നമ്മൾ റെയിൻ കോട്ടായിട്ടുള്ള യൂസ് ചെയ്യലില്ലേ? അതുപോലെ തന്നെ ഒരു കോട്ടാണിത്. കണ്ട? നല്ല ഭംഗിയില്ലേ? അപ്പം ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, ഒരു ആമച്ചേട്ടൻ ഒരു കോട്ട് ഇട്ടിട്ട് പോവാണ് കേട്ടാ. എവിടേക്ക് ആമച്ചേട്ടൻ കോട്ട് ഇട്ടിട്ട് പോകുന്നത്? നല്ല മഴയായിരുന്നു. അപ്പം കാട്ടിലോട്ട് ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോഴേ ഭയങ്കര മഴ പെയ്തപ്പോൾ ഒരു കോട്ടൊക്കെ എടുത്തിട്ട് മൊഞ്ചനായിട്ട് പോവുക അല്ലേ? അപ്പം അടുത്ത് നമ്മൾ വരക്കാൻ പോകുന്നത് S വെച്ചിട്ടല്ലേ? S വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വരക്കാം? അപ്പം നമുക്ക് S വെച്ചിട്ട് എന്താ നമ്മൾ വരക്കാൻ പോകുന്നത്? ദാ ഇതുപോലൊരു നല്ല ഒരു S ഇങ്ങോട്ട് വരക്കാം. കണ്ട? നല്ല അടിപൊളിയായിട്ട് S കിട്ടിയില്ലേ? ഇതിൻ്റെ ഈ ഭാഗം ദാ ഇതുപോലെ ഇങ്ങനെയാക്കാം. ഇവിടുന്ന് നല്ല ക്യൂട്ടൊരു കൊക്ക് വരച്ച് കൊടുക്കുക. ദാ പിന്നെ അതിന് പുറമെ നല്ല അടിപൊളി കണ്ണുകൾ, നല്ല ഉണ്ട കണ്ണുകളാണ്. ഇതാ ഉണ്ട കണ്ണുകൾ വരച്ച് കൊടുക്കുക. കണ്ടോ? കണ്ട? നല്ല അടിപൊളി കണ്ണുകളൊക്കെ വരച്ചു. നിങ്ങൾ ഇതുപോലെ തന്നെ വരക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതണ്ട നമ്മളൊരു ക്യൂട്ട് ഡക്കിനെ വരച്ചു. കണ്ട? ക്യൂട്ട് ഡക്കല്ലേ? ഡക്കിന് നമുക്കിനി വേറെ കളർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി വൈറ്റ് തന്നെയാണല്ലോ ഡക്ക്. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. നമുക്കതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. കണ്ട? നല്ല അടിപൊളി കുഞ്ഞു ഡക്ക് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? നമ്മൾ അടുത്ത് വരക്കാൻ പോകുന്നത് T വെച്ചിട്ടാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ T എന്ന് പറയുന്ന ലെറ്റർ എഴുതുക. അതിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും വരിക.
അപ്പം ഈ ഒരു പോർഷൻ കാണുമ്പം തന്നെ ഏകദേശം മനസ്സിലാക്കാം ഇതാരാന്നുള്ള കാര്യം അല്ലേ. ഇതാ ഇങ്ങനെ 2 ഇത് വരക്കുക. എന്താ ഇനി കാലുകളാണ് വരക്കാൻ പോകുന്നത്. കണ്ടോ ഇതെന്താ ഇത്? നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന കോക്രോച്ച് അല്ലേ, അതായത് കൂറാന്ന് നമ്മൾ പറയും, കോക്രോച്ച് എന്ന് പറയും അല്ലേ. നിങ്ങൾക്ക് കോക്രോച്ചിന് പേടിയുണ്ടാ? എല്ലാവർക്കും പേടിയുണ്ടല്ലോ. കോക്രോച്ചിന് പേടിയില്ല? ചില കുട്ടികൾക്കൊക്കെ കോക്രോച്ചിനെ ഭയങ്കര പേടിയായിരിക്കും. ഈ നമ്മളെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഈ കോക്രോച്ച് ഉണ്ടാവും. അപ്പോൾ പേടിച്ചിട്ട് കരയും ചില കുട്ടികൾ. നിങ്ങളങ്ങനെ നല്ല ധൈര്യശാലികളാണ് അല്ലുവിനെ പോലെ. അല്ലുവിന് കോക്രോച്ചിനെ പേടിയൊന്നുമില്ല. അപ്പം നമ്മളിന്ന് വരച്ചത് എന്തൊക്കെയാണ്? Q വെച്ചിട്ടൊരു ക്യൂട്ട് ക്യാറ്റിനെ വരച്ചു. R വെച്ചൊരു ആമച്ചേട്ടനൊരു ക്യാപ്പ് ഇട്ട് പോകുന്നൊരു ഇത് വരച്ചു, അല്ല കോട്ടിട്ടിട്ട് പോകുന്നത് വരച്ചു. പിന്നെ അതിന് പുറമെ S വെച്ച് നല്ല അടിപൊളി ഡക്കിനെ വരച്ചു, ഒരു കുഞ്ഞു ഡക്കിനെ വരച്ചു. T വെച്ച് നമ്മളൊരു കോക്രോച്ചിനെ വരച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിലിരുന്ന് നല്ല സമാധാനത്തിൽ നല്ല അടിപൊളിയായി വരച്ച് പഠിക്കുക. നമ്മൾ വരച്ച് പഠിക്കും തോറും നമുക്ക് നല്ല വൃത്തിക്ക് പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് പങ്കെടുക്കാനൊക്കെ നല്ലൊരു എനർജിയും ധൈര്യമൊക്കെ വരും. അപ്പോൾ എന്നും ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താലും നമ്മളെ കൊണ്ട് പറ്റൂല, പക്ഷെ എന്നാലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിത് ഇന്ന് കഴിഞ്ഞു. അപ്പം നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചാനൽ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ അവിടെയുള്ള ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻ കാണാൻ പറ്റും. നമുക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.